ഹൃദയാഘാതം വരുന്നതിൽ പാരമ്പര്യത്തിന് എത്രമാത്രം പ്രസക്തിയുണ്ട് എന്നതിനെ പറ്റിയാണ് ഇന്ന് നമ്മളിവിടെ ചർച്ച ചെയ്യുന്നത്. അതിനൊരു പ്രത്യേക കാരണമുണ്ട്. ഏതാനും ആഴ്ചകൾക്ക് മുമ്പാണ് എൻ്റെ ഒരു സുഹൃത്ത് ഹൃദയാഘാതം വന്ന് മരിച്ച്. അദ്ദേഹത്തിന് 45 വയസ്സ് മാത്രമേ പ്രായമുണ്ടായിരുന്നുള്ളൂ. അദ്ദേഹത്തിൻ്റെ ജ്യേഷ്ഠനാകട്ടെ ഏതാണ്ട് 65 വയസ്സായപ്പോൾ ഇതുപോലെ തന്നെ ഹൃദയാഘാതം വന്ന് മരിച്ചു എന്നാണ് അറിയാൻ സാധിച്ചത്. അപ്പോൾ ഈ ഹൃദയാഘാതം പാരമ്പര്യമായിട്ട് പല കുടുംബങ്ങളിലും വരാൻ സാധ്യതയുണ്ട്. അങ്ങനെ പാരമ്പര്യമായിട്ട് വരുന്ന കുടുംബങ്ങളും നമ്മുടെ നാട്ടിൽ ധാരാളമുണ്ട്. അപ്പോൾ ഈ ഹൃദയാഘാതം വരുന്നതിൽ പാരമ്പര്യത്തിന് എത്രമാത്രം പങ്കുണ്ട്, അല്ലെങ്കിൽ ഇങ്ങനെയുള്ളവരെ അതിനെ പ്രതിരോധിക്കാൻ എന്ത് ചെയ്യണം എന്നത് നമ്മളെല്ലാവരും അറിഞ്ഞിരിക്കണം. അപ്പോൾ ഈ പാരമ്പര്യ സ്വഭാവം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു റിസ്ക് ഫാക്ടറാണ്. കാർഡിയോളജിസ്റ്റുകൾ പറയുന്നത് ഈ ഹാർട്ട് അറ്റാക്ക് ഒരു മൾട്ടി ഫാക്ടോറിയൽ ഡിസീസ് എന്നാണ്. അതായത് ഹാർട്ട് അറ്റാക്ക് വരാൻ വേണ്ടി പല റിസ്ക് ഫാക്ടേഴ്സും അല്ലെ അപകട ഘടകങ്ങളും ഉണ്ട്. പുകവലി ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അപകട ഘടകമാണ് എന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. കഴിഞ്ഞ ദിവസത്തെ വീഡിയോയിൽ പുകവലി എങ്ങനെയാണ് ഹൃദയാഘാതം ഉണ്ടാക്കുന്നത് എന്നതിനെ പറ്റിയാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. അതുപോലെ തന്നെ മദ്യപാനം, വ്യായാമമില്ലായ്മ, അൺഹെൽത്തി ഡയറ്റ്, ഇതെല്ലാം ഹൃദയാഘാതം ഉണ്ടാകുന്നതിൽ പ്രധാന പങ്ക് വഹിക്കുന്ന ഘടകങ്ങളാണ്. അപ്പം നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് ഈ പാരമ്പര്യ ഘടകത്തെ പറ്റി മാത്രമാണ്. ഈ പാരമ്പര്യ ഘടകം ഉണ്ടെങ്കിൽ അത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അപകട ഘടകമാണ് എന്നാണ് കാർഡിയോളജിസ്റ്റുകൾ പറയുന്നത്. വളരെ ഗൗരവമായ രീതിയിൽ പാരമ്പര്യ സ്വഭാവമുള്ള ഹൃദയാഘാതം ചില കുടുംബങ്ങളിൽ ഉണ്ടാകാറുണ്ട്. അവർക്ക് അവരുടെ ശരീരത്തിൽ ഇതിൻ്റെ ജീന് അല്ലെങ്കിൽ പാരമ്പര്യ ഘടകം ഉണ്ട് എന്നാണ് വിലയിരുത്തപ്പെടുന്നത്. അത് ജീൻ ടെസ്റ്റിംഗ് മുതലായ ചില പരിശോധനകളിലൂടെ നമുക്ക് കണ്ടെത്താനും സാധിക്കും. മറ്റ് സാധാരണഗതിയിൽ വ്യക്തമായ ജീനുകൾ ഇല്ലെങ്കിലും ഒരു പാരമ്പര്യ സ്വഭാവം ഇതിനുണ്ട്. അതായത് ഹൃദയാഘാതം ഒരു പാരമ്പര്യ രോഗമല്ല, പക്ഷെ അതിനൊരു പാരമ്പര്യ സ്വഭാവമുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഈ പാരമ്പര്യ സ്വഭാവം അല്പം കൂടി മനസ്സിലാക്കുക. അതായത് നമ്മുടെ കുടുംബത്തിൽ അച്ഛനോ അമ്മയ്ക്കോ അതുപോലെ തന്നെ സഹോദരങ്ങൾക്കോ സഹോദരിക്കോ ഹൃദയാഘാതം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആ വീട്ടിലെ രക്തബന്ധമുള്ള അംഗങ്ങൾക്ക് ഹൃദയാഘാതം വരാനുള്ള സാധ്യത കൂടുതലാണ്. അത് പുരുഷന്മാർക്കും സ്ത്രീകൾക്കും ഒരു പ്രായപരിധി കാർഡിയോളജിസ്റ്റുകൾ നിശ്ചയിച്ചിട്ടുണ്ട്. പുരുഷന്മാരാണെങ്കിൽ 55 വയസ്സിൽ താഴെ ഹൃദയാഘാതം ഉണ്ടായിട്ടുണ്ടെങ്കിൽ മാത്രമേ അതിനെ ഒരു പാരമ്പര്യ ഘടകമായിട്ട് കണക്കാക്കാറുള്ളൂ. സ്ത്രീകളിലാണെങ്കിൽ 65 വയസ്സാണ് നിശ്ചയിച്ചിരിക്കുന്നത്. അതായത് 65 വയസ്സിൽ താഴെ ഹൃദയാഘാതം വന്നിട്ടുണ്ടെങ്കിലേ അതിനെ ഒരു പാരമ്പര്യ സ്വഭാവമായിട്ട് കണക്കാക്കുന്നുള്ളൂ. നമുക്ക് ഈ പാരമ്പര്യ സ്വഭാവം ഉണ്ടെങ്കിൽ തന്നെയും അതിനോടൊപ്പം നമ്മൾ ഹെൽത്തി ഡയറ്റ് അല്ല പലരും കഴിക്കുന്നത്. അതുപോലെ തന്നെ വ്യായാമം ചെയ്യാൻ പലരും മെനക്കെടാറില്ല. പുകവലിക്കുന്നവരുണ്ട്. ഈ പുകവലിച്ചാൽ എങ്ങനെയാണ് ഹൃദയാഘാതം ഉണ്ടാകുന്നതിനെ പറ്റി തന്നെ എൻ്റെ ഒരു വീഡിയോ കഴിഞ്ഞ ദിവസം അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കണ്ടിട്ടില്ലാത്തതിന് തീർച്ചയായിട്ടും അത് കാണുക. അപ്പോൾ ഇങ്ങനെ പാരമ്പര്യ ഘടകത്തോടൊപ്പം ജീവിതശൈലി മാറ്റങ്ങളും ഉണ്ടെങ്കിൽ ഹൃദയാഘാതം വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ ഈ ഹൃദയാഘാത സാധ്യത ഉള്ളവർ എന്ത് ചെയ്യണം, നമുക്ക് എങ്ങനെ ഹൃദയാഘാതത്തെ പ്രിവെന്റ് ചെയ്യാം, അതാണ് എല്ലാവരും കൂടുതലായിട്ടും ശ്രദ്ധിക്കേണ്ടത്. ഒരു പരിധിവരെ നമ്മൾ പരിശ്രമിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഹൃദയാഘാതത്തെ അകറ്റി നിർത്താം, പ്രത്യേകിച്ച് ഈ പാരമ്പര്യ സ്വഭാവം ഉള്ളവരിൽ പോലും. അപ്പോൾ അതിനെന്താണ് ചെയ്യേണ്ടത്? പാരമ്പര്യമായിട്ട് ഹൃദയാഘാത സാധ്യതയുള്ളവർ അവരുടെ ലൈഫ് സ്റ്റൈൽ കൂടി മോഡിഫൈ ചെയ്യുവാണെങ്കിൽ അവരുടെ ഹൃദയാഘാത സാധ്യത ഏതാണ്ട് 50% കണ്ട് കുറയ്ക്കാൻ സാധിക്കും എന്നാണ് പഠനങ്ങൾ സൂചിപ്പിക്കുന്നത്. അതിന് ഏതാനും ചെറിയ ചില കാര്യങ്ങൾ മാത്രം നമ്മൾ ശ്രദ്ധിച്ചാൽ മതി. ഏറ്റവും പ്രധാനം, നിങ്ങളുടെ ഫാമിലി ഹിസ്റ്ററി മനസ്സിലാക്കണം. രക്തബന്ധമുള്ള ആരെങ്കിലും, പുരുഷനാണെങ്കിൽ 55 വയസ്സിൽ താഴെ, സ്ത്രീയാണെങ്കിൽ 65 വയസ്സിൽ താഴെ ഹൃദയാഘാതം വന്നിട്ടുണ്ടെങ്കിൽ അതൊരു പാരമ്പര്യ സ്വഭാവമായിട്ട് തന്നെ നമ്മൾ കണക്കാക്കണം. രണ്ടാമത് നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങളുടെ ഈ ഫാമിലി ഹിസ്റ്ററി നിങ്ങളുടെ കാർഡിയോളജിസ്റ്റുമായിട്ടോ ഫിസിഷ്യനുമായിട്ടോ ഡോക്ടറുമായിട്ടോ ഷെയർ ചെയ്യുക. എങ്കിലേ നമുക്ക് ഇതിനെ പ്രതിരോധിക്കാനുള്ള പ്രതിരോധ നടപടികൾ നേരത്തെ തന്നെ സ്വീകരിക്കാൻ പറ്റും. നേരത്തെ തന്നെ നമുക്ക് പ്രതിരോധ നടപടികൾ നമ്മൾ സ്വീകരിക്കുകയാണെങ്കിൽ അവർക്ക് ഹൃദയാഘാതം വരാനുള്ള സാധ്യത വളരെ നമുക്ക് കുറയ്ക്കുവാനും സാധിക്കും. എന്തെങ്കിലും വന്നു കഴിഞ്ഞ് നമ്മൾ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ ഹൃദയാഘാതം വരുന്നതിന് മുമ്പ് തന്നെ നമ്മൾ ഹൃദയാഘാതത്തെ പ്രതിരോധിക്കാനുള്ള നടപടിക്രമങ്ങൾ നമ്മൾ പാലിച്ചിരിക്കണം. അപ്പം ഡോക്ടറെ കാണുമ്പോൾ അല്ലെ കാർഡിയോളജിസ്റ്റിനെ കാണുമ്പോൾ അദ്ദേഹം ചിലപ്പോൾ ചില ടെസ്റ്റുകൾ നിർദ്ദേശിച്ചിരിക്കും. അതായത് നിങ്ങളുടെ കൊളസ്ട്രോൾ നോക്കണം, നിങ്ങളുടെ ബ്ലഡ് ഷുഗർ നോക്കണം, ECG എടുക്കേണ്ടി വരും, കാൽസ്യം സ്കോറിംഗ് എന്നൊരു പരിശോധന ചെയ്യേണ്ടി വരും. അത് ഏറ്റവും കുറഞ്ഞത് ഏതാണ്ട് 20 വയസ്സ് കഴിയുമ്പോൾ മുതൽ തന്നെ ഇങ്ങനെയുള്ള പരിശോധനകൾ ചെയ്യണം എന്നാണ് കാർഡിയോളജിസ്റ്റുകൾ പറയുന്നത്. അതുകൂടാതെ എല്ലാ വർഷവും ഒരു മെഡിക്കൽ ചെക്കപ്പ് നടത്തുക. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ലൈഫ് സ്റ്റൈലിൽ
കാര്യമായ മാറ്റങ്ങൾ വരുത്തുക എന്നുള്ളതാണ്. കാര്യമായ മാറ്റങ്ങൾ എന്ന് പറയുമ്പോൾ അത് ഡയറ്റിലുള്ള ചില അഡ്ജസ്റ്റ്മെന്റുകളുണ്ട്. അതുപോലെ തന്നെ വ്യായാമം നമ്മൾ റെഗുലർ ആക്കണം. പുകവലി നമ്മൾ തീർത്തും ഉപേക്ഷിക്കണം. മദ്യപാനം ഉപേക്ഷിക്കണം. സ്ട്രെസ്സിന്റെ അളവ് കുറയ്ക്കണം. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മൾ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ടത്. അതിൽ ഡയറ്റാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. അപ്പം ഡയറ്റിലാണെങ്കിൽ നമ്മൾ പഞ്ചസാരയുടെ ഉപയോഗം കുറയ്ക്കുക, അൺഹെൽത്തി കാർബോഹൈഡ്രേറ്റിൻ്റെ അളവ് കുറയ്ക്കുക, അതുപോലെ തന്നെ സാച്ചുറേറ്റഡ് ഫാറ്റ് അടങ്ങിയ ഭക്ഷണ സാധനങ്ങൾ കഴിവുള്ളിടത്തോളം നമ്മൾ ഉപേക്ഷിക്കുകയോ അല്ലെങ്കിൽ കുറയ്ക്കുകയോ ചെയ്യാം. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, നമ്മുടെ നാട്ടിൽ പല ഫാമിലികളിലും റെഡ് മീറ്റ് ഇന്ന് വ്യാപകമായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. റെഡ് മീറ്റ് എന്ന് പറയുമ്പോൾ ബീഫ്, മട്ടന്, പോർക്ക് മുതലായ മാംസങ്ങളാണ്. അങ്ങനെ റെഡ് മീറ്റ് കൂടുതൽ ഉപയോഗിക്കുമ്പോൾ അതിൽ നിന്ന് പ്രോട്ടീൻ നമുക്ക് ധാരാളമായിട്ട് കിട്ടുന്നുണ്ടെങ്കിലും അതിനകത്ത് പൂരിത കൊഴുപ്പ് കൂടുതലായിട്ട് അടങ്ങിയിട്ടുണ്ട്. ആ പൂരിത കൊഴുപ്പ് ചിലപ്പോൾ ഹൃദയാഘാതത്തിന് കാരണമാകാം എന്നാണ് പഠനങ്ങൾ സൂചിപ്പിക്കുന്നത്. അപ്പോൾ ആസ് ഫാർ ആസ് പോസിബിൾ റെഡ് മീറ്റും മറ്റ് സാച്ചുറേറ്റഡ് ഫാറ്റും നമ്മൾ കഴിവുള്ളിടത്തോളം കുറയ്ക്കുക. പിന്നെ നമ്മൾ ഉപ്പിൻ്റെ ഉപയോഗം കുറയ്ക്കുക. ചില വീടുകളിലൊക്കെ നമുക്ക് കറിക്ക് കൂടുതൽ ഉപ്പ് ഉപയോഗിച്ചാലേ അവർക്ക് അതിന് സാധുള്ളൂ. അപ്പോൾ ഉപ്പിൻ്റെ ഉപയോഗം കുറയ്ക്കുകയാണെങ്കിൽ നമുക്ക് BP ഉണ്ടാകാതിരിക്കും. BP ഉണ്ടായി കഴിയുമ്പോഴാണ് പിന്നെ ഹാർട്ട് അറ്റാക്കിലേക്കുള്ള ദൂരം വളരെ കുറഞ്ഞിരിക്കും. നിങ്ങൾക്ക് പ്രമേഹം ഉണ്ടെങ്കിലും പെട്ടെന്ന് ഹൃദയാഘാതം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ പ്രമേഹം, കൊളസ്ട്രോൾ, BP തുടങ്ങിയ രോഗാവസ്ഥകൾ ഉണ്ടാകാതെ നോക്കുക. അഥവാ ഇനി അത് ഉണ്ടെങ്കിൽ തന്നെ അതിനെ നിയന്ത്രിച്ച് നിർത്തുക. അത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. പിന്നെ മറ്റൊന്ന്, നമ്മുടെ സ്ട്രെസ്സിൻ്റെ ലെവൽ കുറയ്ക്കുക. ഏറ്റവും പ്രധാനപ്പെട്ടത് നമ്മൾ ദിവസേന വ്യായാമം ചെയ്യുക എന്നുള്ളതാണ്. ഒരു ദിവസം 1 മണിക്കൂറെങ്കിലും നമ്മൾ വ്യായാമത്തിന് വേണ്ടി മാറ്റിവെക്കണം. അത് പ്രധാനമായിട്ടും കാർഡിയോ വ്യായാമം ചെയ്യണം, അതായത് എയറോബിക് എക്സർസൈസ്. എയറോബിക് എക്സർസൈസ് നിങ്ങൾ എല്ലാവരും കേട്ടിട്ടുണ്ട്. നമ്മുടെ ബ്രിസ്ക് വാക്കിങ്, അതുപോലെ തന്നെ സൈക്ലിങ്, നമ്മൾ ട്രെഡ്മില്ലിൽ നടക്കുന്നത്, നീന്തുന്നത്, ഇതെല്ലാം എയറോബിക് എക്സർസൈസ് ആണ്. ഈ എയറോബിക് എക്സർസൈസിനെ കാർഡിയോ എന്നാണ് കാർഡിയോളജിസ്റ്റുകൾ വിളിക്കുന്നത്. കാരണം എയറോബിക് എക്സർസൈസ് ചെയ്യുമ്പോഴാണ് നമ്മുടെ ഹൃദയ ആരോഗ്യം കൂടുതൽ മെച്ചപ്പെടുന്നത്. ഹൃദയത്തെ നമ്മൾ കൂടുതലായിട്ട് പ്രവർത്തിപ്പിക്കുന്നു. അപ്പോൾ ഹൃദയപേശികൾക്ക് കൂടുതൽ നല്ല രക്തം ചെന്നെത്തുന്നു. അപ്പോൾ ഹൃദയപേശികളുടെ ആരോഗ്യം സംരക്ഷിക്കപ്പെടുന്നു, അല്ലെ ഹൃദയപേശികളുടെ ആരോഗ്യം മെച്ചപ്പെടുന്നു. അപ്പോൾ അത് ഹൃദയ ആരോഗ്യം മെച്ചപ്പെടാൻ സഹായിക്കും. അപ്പോൾ ഇങ്ങനെ റെഗുലറായിട്ട് എക്സർസൈസ് ചെയ്യുക എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അപ്പോൾ നമുക്ക് പാരമ്പര്യ സ്വഭാവം ഉണ്ടെങ്കിലും ഒരാൾക്ക് ഹൃദയാഘാതം വരണമെന്ന് നിർബന്ധമില്ല. പക്ഷേ ഒരു കാര്യം അയാൾ കൃത്യമായിട്ട് ചെയ്തിരിക്കണം. അതായത് അയാളുടെ ജീവിത ശൈലിയിൽ വേണ്ട ക്രമീകരണങ്ങൾ നടത്തി ഹാർട്ട് ഹെൽത്തി ഡയറ്റും വ്യായാമവും മുടക്കാതെ ചെയ്ത് പുകവലി ഉപേക്ഷിച്ച് സ്ട്രെസ്സിൻ്റെ അളവ് കുറച്ച് മദ്യപാനവും ഉപേക്ഷിച്ച് ഇങ്ങനെ ജീവിക്കുകയാണെങ്കിൽ അയാൾക്ക് ഹൃദയാഘാതം വരാതെ നമുക്ക് ജീവിതം മുന്നോട്ട് കൊണ്ടുപോയി നമ്മുടെ ജീവിതത്തെ നമുക്ക് ആസ്വദിക്കാൻ പറ്റും. വളരെ വിലപ്പെട്ട ഈ അറിവുകൾ നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.